السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹാനായ സഹാബി അബൂദർ റളിയല്ലാഹു അൻഹുവിനോടും അതുപോലെ തന്നെ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹുവിനോടും നൽകിയിട്ടുള്ള, ഈ ഉമ്മത്തിനോട് മുഴുവൻ നൽകിയിട്ടുള്ള 3 വസിയത്തുകളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അവിടുന്ന് പറഞ്ഞു, ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇ സയ്യിഅത്തൽ ഹസന തംഹുഹ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇമാം തിർമിദി റിവായത്ത് ചെയ്ത ഹദീസാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മഹാനായ അബൂദർ അൽ ഗഫാരി റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ 4ാമത് അല്ലെങ്കിൽ 5ാമത് കടന്നു വന്ന ആളാണ്, 5ാമത് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ്. അതുപോലെ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി വിളിച്ച്, യാ മുആദ് ഇന്നി ഉഹിബ്ബുക, മുആദ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞ ആളാണ്. നാളെ ഖിയാമത്ത് നാളിൽ പണ്ഡിതന്മാർക്ക് ഇമാമായി നിൽക്കുന്ന വ്യക്തിയാണ് മഹാനായ സ്വഹാബി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. ഇങ്ങനെയുള്ള 2 സ്വഹാബികളോട് പറഞ്ഞ വാക്കുകളാണ് എന്ന് നമ്മൾ ഓർക്കണം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, നീ എവിടെയായിരുന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണം എന്നുള്ളതാണ്. നല്ല കൂട്ടുകെട്ടും നല്ല ആളുകളുടെയും മുന്നിൽ നല്ലവരായി ജീവിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷെ ആരാരും എന്നെ കാണാനില്ലാത്ത സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ സന്ദർഭങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുന്നത്, സഹോദരങ്ങൾ, അവിടെയാണ് ഒരു മുത്തഖിയും അല്ലാത്തവനും വേർതിരിക്കപ്പെടുന്നത് എന്നാണ്. മുൻഗാമികളിൽ ചിലർ പറഞ്ഞല്ലോ, നീ നിസ്കരിക്കുന്നതും നിന്റെ രാത്രി നിസ്കാരമൊന്നുമല്ല നിന്നെ മുത്തഖിയാക്കുന്നത്. ആരാരുമില്ലാത്ത സമയത്ത് നീയും നിന്റെ റബ്ബുമായിട്ട് നീ എങ്ങനെയാണ്, അവിടെ നീ എങ്ങനെയാണ് പെരുമാറുന്നത്? നീ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അതിർവരമ്പുകൾ ലംഘിച്ചുകൊണ്ട് ഹറാമുകൾ പ്രവർത്തിക്കുന്നവനാകുന്നുണ്ടോ? അതല്ലെങ്കിൽ ആരും കാണാനില്ലെങ്കിലും എൻ്റെ റബ്ബ് എന്നെ കാണുമെന്ന് പേടിച്ചുകൊണ്ട് തിന്മയെ നീ പേടിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കുന്നുണ്ടോ? അവിടെയാണ് ഒരു മുത്തഖി വേർതിരിയുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവമുള്ള ഉപദേശമാണത്. എല്ലാ അമ്പിയാക്കളും നൽകിയിട്ടുള്ള ഉപദേശമാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖുതുബകളിൽ ആവർത്തിച്ച് ഓതുന്ന ആയത്ത് തഖ്വയുടെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്, മുഅ്മിനീങ്ങളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്നുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരായ ഒരു വസിയത്താണ് നമ്മൾ തഖ്വ പാലിക്കുക എന്നുള്ള കാര്യം. കാരണം എല്ലാ സമയത്തും നമ്മൾ തഖ്വ പാലിക്കുക എന്നുള്ളത് നമുക്ക് നിർബന്ധമായ കാര്യമാണ്. എന്നാലും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവർ അബദ്ധം സംഭവിക്കുന്നവർ തന്നെയാണ്. അതുകൊണ്ടാണ് 2ാമത്തെ ഉപദേശം പറയുന്നത്, വഅത്ബിഇ സയ്യിഅത അൽ ഹസന, എന്തെങ്കിലുമൊക്കെ ഒരു തിന്മന് സംഭവിച്ചു പോയാൽ എന്ത് ചെയ്യും? അതിനെ നന്മ കൊണ്ട് തുടർത്തുക. തംഹുഹ, ആ തിന്മയെ നന്മ ഇല്ലാതാക്കി കളയുമെന്നാണ്. കാരണം ജനങ്ങളിൽ ചിലർ തിന്മ സംഭവിച്ചാൽ ഏറ്റവും മോശപ്പെട്ട വിഭാഗം അവരാണ്. അതിനെക്കുറിച്ചൊന്നും ഒരു ലാഘവവും ഉണ്ടാവില്ല. തിന്മ സംഭവിച്ചാൽ ഒരു പേടി ഉണ്ടാവുകയില്ല. അതേപോലത്തെ തിന്മകൾ വീണ്ടും വീണ്ടും ചെയ്യാൻ യാതൊരു മനസ്സിലൊരു കുത്തുണ്ടാവില്ല. കാരണം അവർക്ക് സംഭവിച്ചു പോകുന്നത്, ഓരോ തിന്മകൾ സംഭവിക്കുമ്പോഴും അവരുടെ ഖൽബിൽ ഒരു കറുത്ത പുള്ളി വീഴും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെയാണ്. ആ പുള്ളി കൂടി കൂടി അവന്റെ ഖൽബ് അത് പൂർണ്ണമായി കറുത്തുപോയാൽ പിന്നീട് അവന്റെ തിന്മകൾ അത് അവന്റെ ഖൽബിനെ ഒരു നിലക്കും കുലുക്കുകയില്ല. അവനൊന്നും തന്നെ അതിനെ പരിഗണിക്കുകയില്ല എന്നുള്ളതാണ്. എന്നാൽ 2ാമത്തെ വിഭാഗം അവരും വലിയ അപകടത്തിലാണ്. എന്തെങ്കിലുമൊക്കെ തിന്മ സംഭവിച്ചാൽ ഉടനെ പേടിച്ച് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്നെല്ലാം നിരാശപ്പെട്ടുകൊണ്ട് ഇനി റബ്ബ് എന്നെ കൈപിടിക്കുകയില്ല, എന്നെ രക്ഷപ്പെടുത്തുകയില്ല എന്ന് പേടിച്ചുകൊണ്ട് അങ്ങനെ ദീൻ തന്നെ ഉപേക്ഷിച്ചു പോകുന്ന ചിലരും ഉണ്ടാകും. ഈ കൂട്ടത്തിൽ നമ്മൾ പെടാൻ പാടില്ല. 3ാമത്തെ കാര്യം, സഹോദരങ്ങളെ, എത്ര വലിയ തിന്മ സംഭവിച്ചാലും അല്ലാഹു തആല പറഞ്ഞതുപോലെ വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത് എന്നാണ് ചോദിച്ചത്. കാരണം മുത്തഖീങ്ങളായ സാലിഹീങ്ങളായ ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും സ്വർഗപ്രവേശനം കിട്ടുന്ന ആളുകളെ കുറിച്ച് പറഞ്ഞപ്പോഴും അവരെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം എന്താണ്? അല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ് ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്. അവരിതാ വളരെ മ്ലേച്ഛമായ പ്രവർത്തനങ്ങൾ അവർ സംഭവിച്ചിട്ടുണ്ട്, സ്വന്തത്തോട് അതിക്രമങ്ങൾ അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഓർമ്മ വന്നപ്പോൾ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, അവരവരുടെ പാപങ്ങളിൽ റബ്ബിനോട് തേടി. അല്ലാഹു തആല ചോദിക്കുകയാണ്, പറയാണ്, നമ്മളോട് ആശ്വസിപ്പിക്കുകയാണ്, വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാണ് നിങ്ങൾക്ക് പുറത്തു തരാനുള്ളത്? അപ്പോൾ എത്ര വലിയ തിന്മ സംഭവിച്ചാലും നിരാശപ്പെടാൻ പാടില്ല. നന്മകൾ കൊണ്ട് അതിനെ തുടർത്തണം. തൗബ ചെയ്ത് അതിൽ നിന്നും നന്മകളിലൂടെ തുടർത്തണം എന്നാണ് പറയുന്നത്. 2 കാര്യങ്ങളും തഖ്വയുമായി ബന്ധപ്പെട്ട കാര്യമാണ്.
മൂന്നാമത് പറയുന്നത് വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് ഏറ്റവും നല്ല സ്വഭാവത്തിൽ പെരുമാറണം എന്നാണ്. യഥാർത്ഥത്തിൽ തഖ്വയുടെ ഭാഗം തന്നെയാണ് സൽസ്വഭാവം എന്ന് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നു ഇത് പ്രത്യേകമായി എടുത്തു പറഞ്ഞത് കാരണം നിർബന്ധ കാര്യങ്ങൾ ചെയ്യുന്നവരും പല ഹറാമുകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർക്കും പലപ്പോഴും സംഭവിക്കാറുള്ളൊരു കാര്യമാണ് അവരുടെ സ്വഭാവത്തിന്റെ കാര്യം അവർ ചിലപ്പോൾ വേണ്ടതുപോലെ ശ്രദ്ധിക്കുകയില്ല. അതുകൊണ്ട് അത് പ്രത്യേകം എടുത്തു പറയാം. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലയിൽ നീ പെരുമാറണം. കാരണം ആദ്യത്തെ തഖ്വ എന്ന് പറയുന്നത് ഒരടിമക്ക് അവന്റെ ഉടമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നന്നാക്കുന്ന കാര്യമാണ്. അടിമകൾക്ക് റബ്ബുമായിട്ടുള്ള ബന്ധം നന്നാക്കുന്ന കാര്യമാണ് തഖ്വ എന്ന് പറയുന്നത്. എന്നാൽ അടിമകൾക്ക് ഇതര അള്ളാഹുവിന്റെ സൃഷ്ടികളോടുള്ള ബന്ധം നന്നാക്കുന്നതാണ് അവന്റെ ഖുലുഖുൽ ഹസൻ, സൽ സ്വഭാവം എന്ന് പറയുന്നത്. അതും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. കാരണം തഖ്വയും സൽസ്വഭാവവുമാണ് ഒരാളുടെ മീസാനിൽ ഏറ്റവും ഭാരം തൂങ്ങുന്നത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത് രണ്ടും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തഖ്വയും സൽസ്വഭാവവും സഹോദരങ്ങളെ നമ്മൾ മുറുകെ പിടിക്കേണ്ടതുണ്ട് എന്ന വസിയത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കുറവുകൾ പുറത്തു തരികയും കൂടുതൽ തഖ്വയും സൽസ്വഭാവവും മികച്ചതാക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുകയും ചെയ്യുമാറാകട്ടെ. വല്ലാഹു അഅലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.